ഞായറാഴ്ച ഒരു വീട് ഇരിപ്പുണ്ട്, അമ്മേൻ്റെ വീട് ഇരിപ്പാണ്. ഒരു സാധനം വാങ്ങാമല്ലോ കൊണ്ട് മെല്ലെ വിട്ട് കൊടുവായിരിക്കും. ഫാമിലിയായിട്ടാണ് പോയത്. കുറേ സാധനങ്ങൾ നോക്കി, നമ്മുടെ ബഡ്ജറ്റിലൊന്നും ഒക്കണില്ല. അൽമാരയുണ്ട്, ചെയറുകൾ, ടീപ്പോയി. നമ്മളൊരു ഇടത്തരം സാധനമാണ് ബുക്ക് ചെയ്ത് പറഞ്ഞിട്ട് പോയത്. ബുക്ക് ചെയ്യല എടുക്കൽ തന്നെ പ്ലാന്. കുറേ നോക്കിയത്, അൽമാരയുണ്ട്, കട്ടിലുകളുണ്ട്. അവസാനം നമ്മൾ ഇത് സെലക്ട് ചെയ്തു കേട്ടോ. ഡ്രസ്സിങ് അൽമാര. അവർ തന്നെ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചു വന്നു. പൈസ നമ്മളാണ് കൊടുക്കുന്നത്. കൊടുവരുത്തായതല്ലോ കാര്യമായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും തന്നില്ല അവർ. എന്താ പറയുക, ഒരു 100 രൂപയും തന്നെങ്കിൽ നമുക്ക് ഓട്ടോ ചാർജിങ്ങളായി. പിന്നെ ഞങ്ങളതൊക്കെ ആയിട്ട് വീടെത്തി. ഓട്ടോക്കാർ നമുക്ക് സപ്പോർട്ടൊക്കെ ചെയ്തിട്ട് വണ്ടി വരാത്ത സ്ഥലമായിരുന്നു. നേരെ ഉള്ളിൽ കൊണ്ടുവന്നു. അവിടെ പോകുമ്പോൾ നമ്മളെ ചെറിയമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഇതൊരു ഹോമത്തിൻ്റെ തിരക്കിലായിരുന്നു. മാമനമ്മയൊക്കെ 2-3 പൂജയുണ്ട് പറഞ്ഞേ. ഞാൻ പോകുമ്പോൾ ഹോമം നടക്കുന്നു വീടിൻ്റെ ഉള്ളിൽ. സീലിംഗ് വെച്ച് നല്ല വീട് സൂപ്പറാക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെ ബുദ്ധിമുട്ടിക്കാനൊന്നും ഒന്നുമില്ല. ഇതാണ് ഞങ്ങൾ വാങ്ങിയ അലമാര. തിരക്ക് വരുമ്പോൾ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി മെല്ലെ ഇറങ്ങി. റൂമൊക്കെ നമ്മൾ പെയിൻറ്റ് അവസാനമായിട്ട് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. പിന്നെ അലമാര അവർ ചുമരിൽ തന്നെ സെറ്റ് ചെയ്തതാണ്. പിന്നെ അടുക്കള ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അടുക്കളയൊക്കെ. അതിൻ്റെ പുതിയ മരുമകളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഫ്രിഡ്ജ്. ഉള്ളിലൊരു ബാത്റൂമുണ്ട്, വെളിയിലൊരു ബാത്റൂമുണ്ട്. റൂമുകളിലൊക്കെ ചെറുതായിട്ടൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് പെയിൻറ്റിങ്ങിൽ. അതൊക്കെ പുതിയ ട്രെൻഡാണ്. അത് വേണ്ടില്ല. ഫ്രണ്ട് ഗേറ്റിൽ മഴവില്ലിൻ്റെ ഡിസൈന്. മഴയൊക്കെ വരും ടാർപ്പായൊക്കെ ഇട്ടതാ. ചെറിയ പന്തലൊക്കെ സെറ്റ് ചെയ്തു. നാളേക്ക് സദ്യയാണ്, അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഉള്ളിലൊരു ഹോമം നടക്കുന്ന തിരക്കിലും മകൻ ഫോണെടുത്തോടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു. നല്ല ഹോമം നടന്നതിൻ്റെ പുകയാണ്. അങ്ങനെ മേലെ കയറി കുറച്ച് നേരം സഹായിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ പോയൊക്കെ സഹായിച്ച ചെറിയമ്മയൊക്കെ സഹായിക്കാൻ നിന്നു. പൂജാരി പോയപ്പോൾ റൂമിൽ പോയി. ഇത് ചെറിയൊരു റൂമാണ്. ഇത് ചെറിയമ്മ കൊണ്ടുവന്ന ദിവാനാണ്. ഇപ്പോൾ വന്നിരിക്കാൻ സീറ്റ് കിട്ടി വീടിനുള്ളിൽ. കുറച്ച് നേരം ഞങ്ങളായിരുന്നു. നമ്മുടെ അടച്ചേരാണ്. ആളുടെ ഒരു മുട്ടായി പിടിങ്ങി അതിൻ്റെ ദേഷ്യം അമ്മേൻ്റെ അടുത്ത് കാണിച്ചിട്ട് മെല്ലെ ഇരിക്കുകയാണ് ആൾ. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ വന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ റെഡിയായി. ഞങ്ങൾ രണ്ടാൾ വേറെ റെഡിയായി അന്ന്. പിന്നെ അമ്മ എല്ലാവരും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഓരോരുത്തർ ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ചില ആൾക്കാർ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എല്ലാവരും വന്നുപോയി. കുറച്ച് പേരൊക്കെ ഒരു ഗിഫ്റ്റാണത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടത്. ഭക്ഷണം കഴിക്കുന്ന നമ്മൾ വന്നു. സദ്യയാണ് സംഭവം. നമ്മളേട്ടനും ഒന്നായിട്ട് ഇരുന്നു. മകന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പായസമാണ്. ചെറുപയർ പായസം സൂപ്പറായി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ യാത്രയൊക്കെ പറയാൻ പോയി. ഇത് കുറച്ച് നേരം ഇരിക്കുക പറഞ്ഞു. ശരി, മേലാണ് വീടിന് മേലേക്ക് പോയി. അവിടെ പച്ചക്കറി അങ്ങനെ വെച്ച പച്ചക്കറിയൊക്കെ നോക്കാൻ വേണ്ടി പോയി. വെണ്ടയ്ക്കാണ് കൂടുതലായി വന്നിരിക്കുന്നത്. മഴയൊക്കെ പെയ്തില്ല, ചെടികളൊക്കെ ഉഷാറായി നിൽക്കുന്നു. ഇത് നമ്മുടെ ഏട്ടച്ചാൻ്റെ കുട്ടിയാണ്. കുട്ടീനെ അടുത്തിങ്ങനെ അനിയൻ്റെ കുട്ടിയായി കരയായിരുന്നു. ഫോട്ടോ എടുക്കുന്ന പറയുമ്പോൾ മെല്ലെ ആൾ സൈലൻ്റായി. ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ ഞങ്ങൾ ഇറങ്ങി.